ഇതിൽ മന്തി വെക്കാനുള്ള ചെമ്പ് അടുപ്പത്ത് വെച്ചു. ഏകദേശം ഒരു 300 സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് ഒരു പിടി പച്ചമുളക് ഇട്ട് കൊടുത്തു. വലിയ ഉള്ളി, ഒരു 2 വലിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്തു. ഏകദേശം 2 സ്പൂൺ വെളുത്തുള്ളി, 2 സ്പൂൺ ഇഞ്ചി, 1 സ്പൂൺ പച്ചമുളക് ചേർത്തു. ഇത് 3 ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഇതിലേക്ക് നമ്മൾ പട്ട, ഏലം, ഗ്രാമ്പു ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം, 2 ക്യാപ്സിക്കം വലുത് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. 2 തക്കാളി, കുറച്ച് പച്ചമല്ലി ഇട്ട് കൊടുത്തു. ഇതിനൊരു ചെരുവം അരിയാണുള്ളത്. ഇതിന് 2 ചെരുവം വെള്ളം ഒഴിച്ചെടുക്കുകയാണ്. ഈ ചെറിയ ജീരകം, വലിയ ജീരകവും ഇട്ട് കൊടുക്കുകയാണ്. ഉണക്കനാരങ്ങ, ഒരു 3 മാഗി ക്യൂബ് ഒന്നും കൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ച് തിളക്കുന്നത് വരെ കാത്തു നിൽക്കാം. ഇനി നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇത് ഇളക്കി ഒന്ന് വേവിച്ചിട്ട് നമുക്ക് കോരി മാറ്റാം. ഇതിലേക്ക് ഒരു 3 സ്പൂൺ മന്തി മസാല, പിന്നെ ഒരു നാരങ്ങ കട്ട് ചെയ്തതും. ഇനി ഇതിവിടെ കിടന്ന് വേവട്ടെ. ഞാനിട്ട് വെച്ച ചിക്കൻ വെന്തുക്കണോ നോക്കട്ടെ കേട്ടോ. ചിക്കൻ ഏകദേശമൊക്കെ വെന്തു. നമ്മളത് കോരി മാറ്റുകയാണ് കേട്ടോ. അത് ആ വെള്ളത്തിൽ നിന്ന് കോരി പാത്രത്തിൽ വെക്കുകയാണ്. ചിക്കൻ വെന്തുക്കണം. നമുക്ക് അരി ഒരു അരമണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചിരുന്നു കേട്ടോ. എല്ലാ ബസ്മതി റൈസാണ്. കഴിയില്ല, അരി പോകും. ഇതുപോലെ ഇളക്കി ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതിൽ കുറച്ച് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അടച്ച് വെച്ചാൽ അതിന് കുറച്ച് നേരം കിടന്ന് വേവട്ടെ കേട്ടോ. അപ്പം നമ്മൾ ചിക്കന് അതിന് ഊറ്റി വെച്ചല്ലോ, ആ ചിക്കനിക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മന്തി മസാലേൻ്റെ പൊടി, കുറച്ച് കളറും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും ചേർക്കുന്നുണ്ട് കേട്ടോ. കളറ് ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു ഇറച്ചി ഒരു വെള്ള കളറായി ഇങ്ങനെ നിൽക്കും. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അത് പുറത്ത് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ സൽക്കാര പരിപാടിക്കാണ്. അപ്പോൾ ചിക്കന് കാണാനൊരു വൃത്തിക്ക് ഒരു കാണാനൊരു ഭംഗിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടുകൊടുത്തത് കേട്ടോ. അങ്ങനെ ചോറൊക്കെ ഏകദേശം
വെള്ളമൊക്കെ വറ്റി വെന്ത് തുടങ്ങിയപ്പോൾ ഞാൻ അതിന് ചിക്കന് ഇട്ട് കൊടുക്കും കേട്ടോ. ചിക്കന് ഇടുന്നതിൻ്റെ മുമ്പ് അതിൽ പുക ഇടാൻ ഒരു പാത്രം വെക്കണം. പാത്രം വെച്ചിട്ട് കേട്ടോ ചിക്കനൊക്കെ അതിൻ്റെ ചുറ്റുഭാഗം ഇട്ട് കൊടുക്കണം. അങ്ങനെ ചിക്കന് അതിൻ്റെ ചുറ്റുഭാഗത്ത് കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം പാത്രത്തിൽ പുക ഇടാൻ. എൻ്റെ ആ ഒരു ടേസ്റ്റ് പുക കേടാണെന്നൊക്കെ പറയലുണ്ട്. പക്ഷെ നമ്മൾ മന്തി വെക്കുമ്പോൾ പുക ഇല്ലെങ്കിൽ ടേസ്റ്റും ഉണ്ടാവില്ല. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അപ്പം തന്നെ ചെമ്പടച്ച് വെക്കണേ, അല്ലെങ്കിൽ ആ പുക പുറത്ത് പോകും. അതിൻ്റെ മേലെ ഒരു കല്ലും കയറ്റി വെച്ചിട്ട് കണലൊക്കെ 4 സൈഡൊക്കെ ഒഴിവാക്കുക. ഇനി അധികം കത്തണ്ട, കത്തിയാൽ ചോറിൻ്റെ അടി കരിഞ്ഞു പോകും.